നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ആലപ്പാട് സ്രായ്ക്കാടിന് സമീപം ആശങ്ക പരത്തി ബാരൽ അടിഞ്ഞു. കടലിൽ കത്തിയ കപ്പലിലേതെന്ന് സംശയം. ബാരൽ കൊല്ലം തുറമുഖത്തേക്ക് മാറ്റി. കവികൾ കവിത ആയുധമാക്കി സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി വിജയിക്കണമെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. സാഹിത്യ തമ്പുരാക്കന്മാരിൽ നിന്നും നിരൂപകന്മാരിൽ നിന്നും കവികൾക്ക് പ്രോത്സാഹനം ലഭിക്കില്ലെന്നും കുറ്റപ്പെടുത്തൽ. കരുനാഗപ്പള്ളിയിൽ കുമാരനാശാൻ സർഗ പുരസ്കാരം സമർപ്പിച്ചു. ദലിത് ജീവനക്കാരിയുടെ സീറ്റിൽ ശുദ്ധികലശം നടത്തിയ സംഭവം. കർശന നടപടി വേണമെന്ന് KPMS കുണ്ടറ താലൂക്ക് യൂണിയൻ കമ്മിറ്റി. കേരളത്തിൽ അടുത്ത കാലത്തായി പട്ടികജാതി വർഗ പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും കുറ്റപ്പെടുത്തൽ. തഴവയിൽ വീടുകളിൽ വെള്ളം കയറി. തഴവ കുതിരപ്പതി സ്വദേശികളായ അജിത്തിന്റെയും യാസിന്റെയും വീടുകളിലാണ് വെള്ളക്കെട്ട്. താമസിക്കാൻ കഴിയാതെ ബന്ധുവീടുകളിൽ അഭയം തേടി കുടുംബാംഗങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പാട് സ്രായ്ക്കാടിന് സമീപം ആശങ്ക പരത്തി കടലിൽ ബാരൽ കണ്ടെത്തി. ഞായറാഴ്ച ഉച്ചയോടെയാണ് കടൽ തീരത്തിനോട് ചേർന്ന് ബാരൽ കണ്ടെത്തിയത്. നേരത്തെ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കരാറെടുത്തിട്ടുള്ള കമ്പനിയുടെ ജീവനക്കാർ കടൽ തീരത്ത് നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ബാരൽ കണ്ടെത്തിയത്. തീരത്തടിഞ്ഞ ബാരൽ കൊല്ലം തുറമുഖത്തേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് കടലിൽ വീണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനായി കരാർ ഏറ്റെടുത്ത കമ്പനി നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ബാരൽ കണ്ടെത്തിയത്. കടൽ ഭിത്തിയിലെ പാറയിൽ കുടുങ്ങിയ നിലയിലുള്ള ബാരൽ ശൂന്യമാണ്. ബാരലിന് പുറത്ത് ടർബൈൻ ഓയിൽ എന്ന സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയും പോലീസും സ്ഥലത്തെത്തി ആളുകൾ അടുത്തേക്ക് പോകാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചു. അറബിക്കടലിൽ കത്തിയ MV വാൻഹായ് 503 എന്ന കപ്പലിൽ നിന്നുള്ള വീപ്പയാണോ എന്നാണ് സംശയം. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. വീപ്പയുടെ കുറച്ചു ഭാഗത്ത് തീപിടിച്ച പാടുകളുണ്ട്. ഇതാണ് തീപിടിച്ച കപ്പലിൽ നിന്നുള്ളതാണോ എന്ന് സംശയിക്കാൻ കാരണം. മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള സംഘവും വൈകിട്ട് തന്നെ സ്ഥലത്തെത്തി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം രാത്രി തന്നെ ബാരൽ കൊല്ലം തുറമുഖത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കവികൾ കവിത ആയുധമാക്കി സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി വിജയിക്കണമെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. കരുനാഗപ്പള്ളിയിൽ കുമാരനാശാൻ സർഗ പുരസ്കാര സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ തമ്പുരാക്കന്മാരിൽ നിന്നും നിരൂപകന്മാരിൽ നിന്നും കവികൾക്ക് പ്രോത്സാഹനം ലഭിക്കില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ ചില നിരൂപകന്മാർ കവികളെ പലതരത്തിൽ തരംതിരിക്കുന്ന കാലമാണ്. MP പോൾ, സുകുമാർ അഴീക്കോട്, MK സാനു മാസ്റ്റർ എന്നിവരെ പോലുള്ള നിരൂപകർ ഇന്നില്ല. കവിത പോലും വായിക്കാതെയും അതിലെന്താണെന്ന് കാണാതെയും കുറച്ചുപേരെ പുകഴ്ത്തുക, കുറച്ചുപേരെ ആക്ഷേപിക്കുക, കുറച്ചുപേരെ അവഗണിക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ നിരൂപകർ ചെയ്യുന്നത്. കവിത പോരാടാനുള്ള മികച്ച ആയുധമാണെന്നും മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ കുമാരനാശാൻ സർഗകായികയുടെ നേതൃത്വത്തിൽ നടത്തിയ കുമാരനാശാൻ സർഗ പുരസ്കാര സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കവിത വായിച്ചു നോക്കി ആരെഴുതിയെന്ന് നോക്കാതെ കവിതയ്ക്കകത്ത് എന്താണുള്ളത് നിഷ്കളങ്കമായി നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക, വിമർശിക്കണമെങ്കിൽ ഇതല്ല ഇപ്പോൾ നടക്കുന്നത്. കവിതയെ വായിക്കാറില്ല. വായിക്കാതെ ഇഷ്ടക്കാരുടെ കവിത മാത്രം വായിച്ച് അതിനെങ്ങനെ പൊഴുത്തി കിടക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കവികൾക്ക് പ്രോത്സാഹനം കിട്ടത്തില്ല. ഇവിടുത്തെ നിരൂപകന്മാരിൽ നിന്ന്, ഇവിടുത്തെ സാഹിത്യ തമ്പുരാക്കന്മാരിൽ നിന്ന് കവികൾക്കൊന്നും ഒരു പ്രോത്സാഹനവും കിട്ടില്ല. പോരാടി വിജയിക്കുക എന്നുള്ളത് മാത്രമാണ്. കവിതയെ ആയുധമാക്കി പോരാടി വിജയിക്കുക. ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടും സാമൂഹ്യ തിന്മകളെ വളർത്താൻ വേണ്ടി ബൗദ്ധിക വ്യാപാരം നടത്തുന്നവർക്കെതിരായിട്ടും പോരാടി വിജയിക്കുക എന്നുള്ളതാണ്. വിഷ്ണുമംഗലത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അപഗ്രഥിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിനപ്പുറം ഉണ്ടാകുന്ന ഒരു അപാരതയുണ്ട്. അതിനെ അളക്കാനൊന്നും പറ്റില്ല, അതിനെ അങ്ങേയറ്റം കണ്ടെത്താനും പറ്റില്ല. അപഗ്രഥിക്കുന്നതിനപ്പുറത്തുള്ള അപാരതയെ പറ്റിയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ചിന്തിക്കുന്നത്. ദിവാകരൻ വിഷ്ണുമംഗലം എഴുതിയ ചോറ്റുപാടം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം നൽകിയത്. കുമാരനാശാൻ സർഗകായിക പ്രസിഡന്റ് ഉമാസാന്ദ്ര അധ്യക്ഷത വഹിച്ചു. IS കൃഷ്ണനാചാര്യ എഴുതിയ വിശ്വമാനവജയം 1 ഭാരതപർവം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ നിർവഹിച്ചു. സമ്മാനാർഹമായ കൃതി സാഹിത്യകാരൻ ഷിബു S വയലകത്ത് പരിചയപ്പെടുത്തി. കവി രാകേഷ് സത്യൻ പ്രകാശനം നടത്തിയ കൃതിയുടെ അവലോകനം നടത്തി. ഫാത്തിമ താജുദ്ദീൻ, സന്തോഷ് പ്ലാശ്ശേരി, ഷാജി ടെന്നീസ്, ദിവാകരൻ വിഷ്ണുമംഗലം, IS കൃഷ്ണനാചാര്യ, അനിൽ ചൂരക്കാടൻ, മുജീബ് MS തുടങ്ങിയവർ പങ്കെടുത്തു. ഷീന രാജീവ് കല്ലമ്പലം കുമാരനാശാൻ കാവ്യാലാപനം നടത്തി.
കാവ്യ സദസ് ജയലക്ഷ്മി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. കുൽസം ബീബി അധ്യക്ഷത വഹിച്ചു. എം അഫ്ര മർസിൻ, കെ നർഗീസ് എന്നിവർ കുമാരനാശാൻ കാവ്യാലാപനം നടത്തി. നിരവധി കവികൾ കവിതകൾ അവതരിപ്പിച്ചു. ഏതൊരു എഴുത്തുകാരനെയും ആത്യന്തികമായി നിർവചിക്കുന്നത് അയാൾ കടന്നുപോയ പുസ്തകങ്ങളും അയാൾ കടന്നുപോയ അക്ഷരങ്ങളുമാണ് എന്നിരിക്കെ എനിക്ക് പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കൃത്യമല്ല എഴുത്ത് എന്നും വായനയെന്നും അത് ദ്വിതീയമായി ചെയ്യേണ്ട ഒന്നാണെന്നും പ്രാഥമികമായി ചെയ്യേണ്ടത് എഴുത്താണ് എന്നും ഒരു നിഷ്ഠ നമ്മുടെ ഇടയിൽ ചിലരുടെ എങ്കിലും ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ശങ്കിക്കുന്നുണ്ട്. വർത്തമാനകാലത്തെ കവികളെ നോക്കിയാൽ അത്ഭുതകരമായി പുതിയ ഭാവപ്രപഞ്ചങ്ങൾ നമുക്ക് ചുറ്റും വിന്യസിക്കുന്നവർ അറിയപ്പെടുന്നവർ മാത്രമല്ല, അറിയപ്പെടാത്ത നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ ഏതൊരു മോശം പുസ്തകത്തിലൂടെ കടന്നു പോയാൽ പോലും അതിൽ അത്യുജ്വലമായ 2 കവിതയെങ്കിലും കാണുമെന്നുള്ളത് ഒരു പുസ്തകം വായിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ സാക്ഷ്യപത്രമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറക്കളിയോടനുബന്ധിച്ച് പടനിലത്ത് താൽക്കാലിക ഡിസ്പെൻസറിക്ക് തുടക്കമായി. ഓച്ചിറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത്. ഓച്ചിറക്കളിയോടനുബന്ധിച്ചാണ് ഓച്ചിറ പടനിലത്ത് താൽക്കാലിക ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചത്. ഓച്ചിറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത്. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ, ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി കെ രാമകൃഷ്ണൻ കളിയാശാന്മാർക്കും കളിക്കാർക്കും എലിപ്പനി പ്രതിരോധ വാക്സിൻ ഗുളിക വിതരണം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു ജലീൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ടി.ആർ. മണിലാൽ, വാർഡംഗം അജ്മൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ദലിത് ജീവനക്കാരുടെ സീറ്റിൽ ശുദ്ധികലശം നടത്തിയ സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് KPMS കുണ്ടറ താലൂക്ക് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. കേരളത്തിൽ അടുത്ത കാലത്തായി പട്ടികജാതി വർഗ പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. ദളിത് ജീവനക്കാരെ സ്ഥലം മാറിപ്പോയപ്പോൾ ശുദ്ധികലശം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് KPMS കുണ്ടറ താലൂക്ക് യൂണിയൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരളത്തിൽ അടുത്ത കാലത്തായി പട്ടികജാതി വർഗ പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇതിനെതിരെ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും യോഗം കുറ്റപ്പെടുത്തി. നെടുങ്കണ്ടം ഉടുമ്പൻചോലയ്ക്കടുത്തുള്ള സ്കൂളിൽ സഹപാഠിയുടെ ഛർദിൽ 6 വയസ്സുള്ള ദളിത് കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് അധ്യാപിക വാരിക്കളയിപ്പിച്ചു. കിളിമാനൂരിലെ രാജാ രവിവർമ്മ സ്കൂളിലെ അധ്യാപകർ തമ്മിലുള്ള പടലപ്പിണക്കത്തിന് ഇരയായത് ഒരു ദളിത് പെൺകുട്ടിയാണ്. 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു ദളിത് പെൺകുട്ടിയെ മാത്രം തിരഞ്ഞുപിടിച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന് വ്യാജ പ്രചരണം നടത്തിയാണ്. ഒരു വനിതയിരുന്ന സീറ്റ് ശുദ്ധികലശം ചെയ്തു എന്നത് വ്യക്തിഹത്യയ്ക്കും തുല്യമാണ്. കുറ്റക്കാർക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. ഇതിനെതിരെ പട്ടികജാതി കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്നും യോഗം വ്യക്തമാക്കി. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്, പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിന് നേരിടേണ്ടി വന്ന പീഡനം, അവസാനമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഭരണപരിഷ്കാര അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെല്ലിൽ ഓഫീസ് അറ്റൻഡന്റായിരുന്ന കോന്നി സ്വദേശിനി ഉപയോഗിച്ച കസേരയും മേശയും ഓഫീസിന് പുറത്തിട്ട് ശുദ്ധികലശം നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രേമാനന്ദ് തെക്കുംകരയെ പട്ടികജാതി പീഡന നിരോധന നിയമം അനുസരിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും കേരള പുലയർ മഹാസഭ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പട്ടികജാതി വർഗ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളുവിനും KPMS പരാതി നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യൂണിയൻ കമ്മിറ്റി പ്രസിഡന്റ് ഇളമ്പള്ളൂർ തുളസീധരൻ അധ്യക്ഷത വഹിച്ചു. വിജയകുമാർ പുന്നത്തടം, ലൈജു കട്ടകശ്ശേരിൽ, അശോകൻ, സന്തോഷ് തണ്ണിക്കോട്, ആനന്ദ് ബാബു, സുലജ, ഓമനക്കുട്ടൻ, രാജേഷ് കാഞ്ഞാവിളി, പ്രഭാകരൻ പാട്ടമുക്ക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മകളുടെ ജന്മദിനാഘോഷം ലളിതമാക്കി ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്ര പദ്ധതിക്ക് പഠനോപകരണങ്ങൾ നൽകി അഞ്ചൽ സ്വദേശികളായ ദമ്പതികൾ. പുനലൂർ RDO G സുരേഷ് ബാബു, ജില്ലാ ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് D ഷൈൻദേവ് എന്നിവർ ചേർന്ന് പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. ജന്മദിനത്തിൽ കൊല്ലം ശിശുക്ഷേമ സമിതി പഠനമിത്ര പദ്ധതിക്ക് സമ്മാനങ്ങൾ നൽകി ധ്വനിമോളുടെ രക്ഷിതാക്കൾ മാതൃകയായി. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി സഹായിക്കുന്ന പഠനമിത്രം പരിപാടിയിലേക്ക് ജന്മദിനാഘോഷങ്ങൾ ലളിതമാക്കിയാണ് ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്ര പദ്ധതിക്ക് പഠനോപകരണങ്ങൾ നൽകിയത്. അഞ്ചൽ ചെമ്പകരാമനല്ലൂർ അതുല്യയിൽ അഖിൽ ജയപാലന്റെയും ഡോക്ടർ ദിവ്യമോളുടെയും മകൾ ധ്വനിയുടെ 5ാം പിറന്നാൾ ആഘോഷ ദിനത്തിലാണ്
കൂട്ടുകാർക്ക് പഠനോപകരണങ്ങൾ നൽകി മാതൃകയായത്. ആവശ്യമുള്ളത്, കുറേ പേരുടെ കുറേ നഷ്ടപ്പെട്ടത്, സോ ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്ത് എല്ലാ വർഷവും നമ്മൾ കുറേ പൈസ കളയുന്നു, കുറേ പാർട്ടീസ് നടത്തി. സോ ഈ പ്രാവശ്യം വേണ്ട, അത് ഈ ഒരു പൈസ നമ്മൾ കളയുന്ന പൈസ ആർക്കെങ്കിലും ഒരു ഉപകാരത്തെ പറഞ്ഞ് ഞങ്ങൾ ഈ ഒരു പ്രവൃത്തിയുള്ള ചെയ്തത്. ഇതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അവിടെ പോയി അത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്നോട് ഇന്നലെ ചോദിച്ചു, മുമ്പ് നമ്മൾ പോയി കൊടുക്കുമോ? സോ ഞാൻ പറഞ്ഞു ഇല്ല മോളെ, അവർ വന്ന് കൊണ്ടുപോകത്തേ ഉള്ളൂ. സോ ഇതൊരു സന്തോഷം തന്നെ. എല്ലാ വർഷവും ഇത് ഇനി ഇതേപോലെ തുടരണമെന്ന് ഞങ്ങൾക്കുണ്ട്. പുനലൂർ RDO G സുരേഷ് ബാബു, ജില്ലാ ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് D ഷൈൻദേവ് എന്നിവർ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. പുനലൂർ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് K ബാബു പണിക്കർ, ശിശുക്ഷേമ സമിതി ജില്ലാ ട്രഷറർ അജിത് പ്രസാദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ R മനോജ്, കറവൂർ L വർഗീസ്, ഹരികുമാർ, അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ എന്നിവർ പങ്കെടുത്തു. എന്തായാലും ധ്വനിയുടെ ജന്മനാൾ, ധ്വനി ഇതൊന്നും അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ അച്ഛനെയും അമ്മയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാര്യം ഇത് കാണുന്ന കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നന്മ ഒരു കാലത്തും പോകത്തില്ല. കാര്യം തുടക്കത്തിലേ കണ്ടുവരുന്നത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നന്മയുള്ള പ്രവൃത്തികളാണ് കണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ജീവിതം എപ്പോഴും നന്മ നിറഞ്ഞത് തന്നെ ആയിരിക്കും. അതിൽ യാതൊരു തൃപ്തിയില്ല. കല്ലുപെൻസിൽ ഒടിച്ചു കൊടുക്കുന്ന പഴയ തലമുറകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു പടം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് റിലീസായതാണ്. അപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ സൗകര്യങ്ങളുള്ള ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളൊക്കെ ന്യൂജൻ രീതിയിൽ ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒരു പുതിയ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലുള്ള സ്ക്രീൻ ടൈം കൂടുതലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തഴവയിൽ വീടുകളിൽ വെള്ളം കയറി. തഴവ കുതിരപ്പന്തി സ്വദേശികളായ അജിത്തിന്റെയും യാസ്മിന്റെയും വീടുകളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വീട്ടിൽ താമസിക്കാൻ കഴിയാതായതോടെ ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ. തഴവ കുതിരപ്പന്തി അനന്തപുരയിൽ അജിത്തിന്റെയും യാസിമിന്റെയും വീട്ടിലാണ് വെള്ളം കയറിയത്. തീപ്പുരമുക്ക് മുതൽ തെക്കോട്ടൊഴുകി വരുന്ന ജലം കണ്ണമ്പള്ളി ജംഗ്ഷനിലെത്തി പുരയിടത്തിലേക്ക് ഇറങ്ങുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. വലിയ പമ്പുകൾ ഉപയോഗിച്ച് ജലം ഒഴുക്കിവിടുകയാണ് കുടുംബം. വയോധികരുൾപ്പെടെയുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. വീട് വാസയോഗ്യമല്ലാതായതോടെ കുടുംബ വീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഇവർ. വീടിന് ചുറ്റും വെള്ളക്കെട്ടായതോടെ ഏറെ ബുദ്ധിമുട്ടാണ് ഇവർ അനുഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ. ജീവിത വഴിയിൽ തളരാതെ ഉറച്ച മനസ്സോടെ ഒരു വീട്ടമ്മ. തണലാകുമെന്ന് കരുതിയവർ ഉപേക്ഷിച്ചു പോയപ്പോൾ കുടുംബം പോറ്റാനായി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഇവർ. പരിചയപ്പെടാം കൂട്ടിക്കട സ്റ്റാൻഡിലെ ഏക വനിതാ ഓട്ടോ ഡ്രൈവറായ ഷഹബാനത്തിനെ. ജീവിത വഴിയിൽ ദുരിതം മാത്രമായിരുന്നു ഷഹബാനത്തിന് കൂടെയുണ്ടായിരുന്നത്. പക്ഷേ തോൽക്കുവാൻ ഷഹബാനത്ത് തയ്യാറായിരുന്നില്ല. കൊല്ലം മയ്യനാട് കൂട്ടിക്കടയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പോറ്റുകയാണ് ആലുമൂടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷഹബാനത്ത്. സുരേന്ദ്രൻ, ഈ നിങ്ങളുടെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഏക വനിതാ ഓട്ടോ ഡ്രൈവറാണോ ഷഹബാനത്ത്? അതെ അതെ. എത്ര വർഷമായി? ഇപ്പോൾ ഏകദേശം ഒരു 7 വർഷത്തോളമാവും. എന്നും രാവിലെ വരുമോ? എന്നും രാവിലെ വരും. രാവിലെ വരാൻ ബുദ്ധിമുട്ടായ കാര്യം, ഒരു പെൺകുട്ടിയാണ്. അതിനൊക്കെ സ്കൂളിലൊക്കെ ചെറിയ ദിവസമേ വരാൻ പറ്റുള്ളൂ. അത് വാടകയില്ല, താമസം, അതിന് ഭർത്താവ് ഇല്ല. ഇവിടെ കഷ്ടപ്പെട്ടാക്കി അപ്പോൾ ഓടിയാക്കി. അതെന്തായാലും ഒരു ഈ പുരുഷന്മാർക്കിടയിൽ ഒരു സ്ത്രീ ഇവിടെ എന്തായാലും തൻ്റെ അടുത്തുള്ളൊരു ഓട്ടോ ഓടി ജീവിക്കാനുള്ള ഒരു തൻ്റെ ഉണ്ടല്ലോ, അത് വലിയൊരു. വിദ്യാർത്ഥിയായ മകൾ മാത്രമാണ് കൂട്ടിനായുള്ളത്. വർഷങ്ങൾക്ക് മുമ്പേ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് ഷഹബാനത്തിനെ. വാടകയ്ക്കാണ് കുടുംബത്തിന്റെ താമസം. മാസം 6000 രൂപയോളം വാടക ഇനത്തിലാകും. മകളെയും പഠിപ്പിക്കണം. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. പൊതുവെ ഇപ്പോൾ ഓട്ടം കുറവാണെന്നും ഷഹബാനത്ത് പറയുന്നു. കൂട്ടിക്കട സ്റ്റാൻഡിൽ എത്ര വർഷമായി ഓട്ടം? 7 വർഷമായി. കുടുംബം പോറ്റാനാണ്? കുടുംബം നോക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് കിടന്നത്. ആരൊക്കെയുണ്ട് വീട്ടിൽ? വീട്ടിൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ. പിന്നെ വീടില്ല. സ്വന്തമായിട്ട് വീടില്ല. ഇല്ല. പ്രയാസത്തിലാണ്, വാടകയ്ക്കാണ് അല്ലേ? ഓട്ടവും മോശം, ഓട്ടവും കുറവ്. ഹസ്ബൻഡ്? ഹസ്ബൻഡ് 10-20 വർഷമായി. പിണക്കത്തിലാണോ? പിണക്കത്തിലാണ്. നമ്മളെ നോക്കത്തൊന്നുമില്ല. അങ്ങനെ നോക്കാത്തതുകൊണ്ടാണ് ഈ ഓട്ടോ എടുത്ത് ഇവിടെ കൂട്ടിക്കട നമ്മൾ കുടുംബം പോറ്റാനും വേണ്ടി വന്നത് അല്ലേ? 9 വർഷമായി. 7 വർഷമായി അല്ലേ ഈ ഓട്ടോ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ട് അല്ലേ?
ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ദിവസം നമ്മൾ കിട്ടുന്ന ആ ലാഭം കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമോ? വലിയ ബുദ്ധിമുട്ടാണ്. അത്രയൊന്നും ഓട്ടമൊന്നും ഇല്ല. കുട്ടികളുടെ ഓട്ടം കുറവാണ്. ആരും വണ്ടിയൊക്കെ എടുത്തതിനെ കൊണ്ടേ നമുക്കൊന്നും ഓട്ടമൊന്നും ഇല്ല. ഒരുപാട് ആട്ടമുണ്ട് ഇവിടെ അല്ലേ? ഇഷ്ടംപോലെ ആട്ടവും ഉണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ കഷ്ടപ്പാട് തന്നെ. വാടക പോലും ചില സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. വീടെന്നൊരു സ്വപ്നം ഇതൊരു സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നിത്യചെലവ് നടക്കും അല്ലേ? നിത്യവൃത്തി പോകുന്നു. വീട്ടിൽ എഴുതി കൊടുത്തിട്ട് പോലും നമുക്കൊരു വഴിയും ഒരു കാര്യമാണ്. ലൈഫിന് വേണ്ടി എഴുതി കൊടുത്തോ? എല്ലാം എഴുതി കൊടുത്തു. സ്വന്തമായിട്ട് ഭൂമിയെല്ലാം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. കോട്ടിക്കട സ്റ്റാൻഡിലെ ഏക വനിതാ ഓട്ടോ ഡ്രൈവറാണ് ഷഹബാനത്ത്. പിന്നെ ഈ പറയുന്ന കണക്ക് ഇപ്പോഴത്തെ ഓട്ടോ അനുസരിച്ചൊക്കെ എന്ന് പറയുന്നത് വലിയ പാടാണ്, മുന്നോട്ട് പോകാനൊക്കെ വലിയ പാടാണ്. പിന്നെ അത് പെണ്ണല്ലേ കൊണ്ട് തൃപ്തിപ്പെട്ടൊക്കെ ജീവിച്ചു. ഒരു മോളുണ്ട്, കുടുംബം ജീവിച്ചല്ലേ പറ്റൂ. പഠിക്കുന്ന വീട് വാടക ഇതൊക്കെയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പാട് സ്രായ്ക്കാടിന് സമീപം ആശങ്ക പരത്തി ബാരൽ അടിഞ്ഞു. കടലിൽ കത്തിയ കപ്പലിലേതെന്ന് സംശയം. ബാരൽ കൊല്ലം തുറമുഖത്തേക്ക് മാറ്റി. കവികൾ കവിത ആയുധമാക്കി സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി വിജയിക്കണമെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. സാഹിത്യ തമ്പുരാക്കന്മാരിൽ നിന്നും നിരൂപകന്മാരിൽ നിന്നും കവികൾക്ക് പ്രോത്സാഹനം ലഭിക്കില്ലെന്നും കുറ്റപ്പെടുത്തൽ. കരുനാഗപ്പള്ളിയിൽ കുമാരനാശാൻ സർഗ പുരസ്കാരം സമർപ്പിച്ചു. ദലിത് ജീവനക്കാരിയുടെ സീറ്റിൽ ശുദ്ധികലശം നടത്തിയ സംഭവം. കർശന നടപടി വേണമെന്ന് KPMS കുണ്ടറ താലൂക്ക് യൂണിയൻ കമ്മിറ്റി. കേരളത്തിൽ അടുത്ത കാലത്തായി പട്ടികജാതി വർഗ പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും കുറ്റപ്പെടുത്തൽ. തഴവയിൽ വീടുകളിൽ വെള്ളം കയറി. തഴവ കുതിരപ്പതി സ്വദേശികളായ അജിത്തിന്റെയും യാസിന്റെയും വീടുകളിലാണ് വെള്ളക്കെട്ട്. താമസിക്കാൻ കഴിയാതെ ബന്ധുവീടുകളിൽ അഭയം തേടി കുടുംബാംഗങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.